അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഒരു കോമഡി സോങ് റൗണ്ട് ആണ്. ആരാ വരാൻ പോന്നേ? അപ്പൊ നമുക്ക് കാലങ്ങളായി ധ്യാനത്തിലിരിക്കുന്ന ഒരാളാണ്, നല്ല വിശ്വാസമുള്ള ഒരാൾ. അതെ, ലെറ്റ്സ് വെൽക്കം ധ്യാൻ വിശ്വാസ് ഓൺ സ്റ്റേജ്. കോമഡി പറയാൻ വന്നിരിക്കുകയാണോ? പറ നീ കോമഡി. അത് വെച്ചാലേ കോമഡി ആവുള്ളൂ. കാണാവോ എന്നെ? എടാ നീ ഭയങ്കര ഗ്ലാമർ ആയി പോയി. അല്ല എന്തോ നീല ഷർട്ടിന്റെ ആണോ കണ്ണാടിയുടെ ആണോ മുണ്ടാണോ? മുണ്ടും എല്ലാം. അണ്ണൻ കഴിഞ്ഞാ പിന്നെ നീയാണ് കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ട. ഓരോരുത്തരെ വഴിയാധാരം. അണ്ണനും ആര്യനും കഴിഞ്ഞാ നീയാണ്. എല്ലാ പിള്ളേരും ഉണ്ട് ഇവിടെ. അമ്മയ്ക്കുണ്ടോ? അണ്ണനും ആര്യനും അമ്മയ്ക്കും കഴിഞ്ഞാ നീയാണ്. അവൻ പോയെന്ന് പറഞ്ഞിട്ട് വന്നോ? അവര് 4 പേരും കഴിഞ്ഞാ പിന്നെ നീയാണടാ എന്റെ മുത്ത്. ഏത് പാട്ടാ പാടുന്നു? പറക്കും തളിക. പറക്കും തളിയ ദിലീപിന്റെ പടം. സൂപ്പർ സൂപ്പർ. താഹയാണ് ഇതിന്റെ ഡയറക്ടർ. അതേ ഒരു 4-5 വർഷം മുമ്പ് ഇതിന്റെ ഡയറക്ടർ താഹ വന്നിട്ട് പറക്കം തളിയ പാർട്ട് 2 എടുക്കണം, അതിന് MG അണ്ണൻ മ്യൂസിക് ചെയ്യണമെന്ന്. അതിന്റെ പേരെന്തോ തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് എന്നാണ്. അതിന്റെ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞു വന്ന് ഇതുപോലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലൊരു പാട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വേണമെങ്കിൽ പാടാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക്കും എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല, എന്നെ കൊണ്ട് പാടിച്ചും ഇല്ല. ആ പടം ഇറങ്ങുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഇതുപോലൊരു പാട്ട് ഇതേ മൂഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് അങ്ങനെ നിൽക്കുമ്പോഴത്തേ നമ്മള് ഒരിക്കലും ഇത് എങ്ങനൊക്കെ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇതില് നമ്മൾ എന്ത് ചെയ്താലും ഇതിന്റെ ഒരു അറ്റം കയറി വരും. മോനെ പഠിച്ചോ? അക്ഷരമൊക്കെ വട്ടിക്കട്ടാര വെടി പട്ടക്കമോട്ടച്ചെന്നെ മിട്ടി തുടങ്ങി മകനെ, കട്ടുകെട്ടോര കട്ട് ശകട്ടമാണു ശനി ശരണമാര് ശിവനെ, ഇത് കെട്ടൊരു വട്ടന് വീറപ്പൊട്ടന് ഒരു ഇഷ്ടം തോന്നിയ പഠിച്ചോ? ഒരു നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങിയത് അസൽ സംഭവമായി പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക. കണ്ട വാക്കുകൾ ഉച്ചരിക്കുന്ന മനസ്സിലാക്കുന്നുണ്ടോ? ഇത്ര സ്പീഡിൽ പാടിയാൽ അങ്ങനെ അങ്ങ് വെച്ച് തകർത്തോ. ആ ചൂടോടുകൂടി നോക്കട്ടെ. ഡീറ്റെയിൽസ് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ആ പറക്കും തളിയ മ്യൂസിക് ഔസേപ്പച്ചൻ, പിന്നെ എഴുതിയത് ഗിരീഷ്, പാടിയത് ഓക്കെ, പിന്നെ വർഷം 2001. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ചക്രേ. താങ്ക് യു. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമാടൽ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടനു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ. മോന്തായം മഴച്ചാത്തലേറ്റാലും കടൽ കാറ്റുകൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം, പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല ഭാരപരാക്രമ വീര്യമോടെ വരവായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടന് പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും തളിക, ഇത് മനുഷ്യരെ
വെരി ഗുഡ്. ഞാൻ കുട്ടാ എന്താ സാർ? കൊള്ളാം. മോന്റെ മാക്സിമം മോൻ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. പിന്നെ മോന്റെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു ചെറിയ അടപ്പുണ്ട്. അപ്പൊ ഈ പാട്ടിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നങ്ങ് വിടണം. പക്ഷെ അത് മോന് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മോന്റെ ആ ഒരു ഇൻബിൽറ്റ് ടോണാണ്, മോന്റെ ആ ടോണാണ്. അത് വെച്ചിട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി. പിന്നെ കുറച്ച് സ്ഥലങ്ങള് വെടിച്ചില് പായുമ്പോൾ കുഴപ്പമില്ല, കുറച്ചൊന്നൊരു ഒരു ലാഗ്, താളം മോൻ കുറച്ച് പുറകോട്ട് വരുന്നു. ആ തുടക്കത്തിലുണ്ടായിരുന്നു വെടിച്ചില് പായുമ്പോൾ ആ ഒരു താളത്തെ തക്ക 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 അവിടെ തന്നെ നിന്നാലേ ആ പാട്ടിനൊരു ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ലാസ്റ്റിലായപ്പോഴത്തേ മോനങ്ങ് ടയേർഡായി. അടപടലം കളി അഭ്യാസം ഇതിൽ ഇടപെടലെന്നൊരു അവിടെയൊക്കെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പവർ മോന് നഷ്ടപ്പെട്ടു പോയി. നന്നായിട്ട് പാടി, പക്ഷെ ഇങ്ങനത്തെ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കൊള്ളാം. മൊത്തത്തിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് പാടാനായിട്ട് നല്ലൊരു പവർ വേണം, തുറന്ന വോയിസ് ആയിരിക്കണം. എന്നാലും കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു മോൻ്റെ വോയിസിൽ കേട്ടപ്പോഴും. പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് സൂപ്പറായിട്ട് പാടി. ആ തുടക്കത്തിലുള്ള ജനമിടി തുടങ്ങി മകനെ ഒത്തിരി ലാഗ് വന്നു, താളത്തിലേക്ക് ആയിട്ടില്ലായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പാട്ടുമായിട്ട് മോൻ്റെ ശബ്ദം അങ്ങോട്ട് മാച്ച് ആവുന്നില്ല, അതൊരു പ്രശ്നം മാത്രം. പ്രശ്നങ്ങൾ അതാണോ? ഞാനത് സത്യത്തിൽ പാടാൻ പോയിരുന്നു. പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് എന്നാള് പാടിയായിരുന്നല്ലോ ഇത്. അല്ല, പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോ ഉണ്ട് റിമി പാടും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്ന റിമി മാനത്ത്. റിമി ചേച്ചി ഇപ്പം ഞാനൊക്കെ എന്നായാലും ഇത് എന്നായിരിക്കും, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചേച്ചി ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാ സംഭവിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ഒരാളോട് പോയി ഞാൻ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഏതോ ഒരു ആത്മാവ് കൂടെ ഉണ്ടെന്നാ പറയണേ. ഉണ്ടായിരിക്കും. അവിടെ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഒരു ചിത്രമുണ്ടല്ലേ, മൗനം സ്വരമായി ആയുഷ്കാലം എന്ന് പറഞ്ഞ ആരെങ്കിലും കേറി ഇരിപ്പുണ്ടായിരിക്കും. ആരത്? നിങ്ങക്ക് കാണാവോ? ഇല്ല, ഞങ്ങക്ക് ഞാനോർത്ത് എനിക്ക് മാത്രം. അവിടെ അടങ്ങിയിരിക്കുന്നത് സമയമായിട്ടില്ല. വീട്ടിൽ പോട്ടെ, വീട്ടിൽ പോട്ടെ. കഴുത്തെ പിടിക്കാതിരിക്കാൻ പറ റിമി. ഇവര് എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. റിമി ഇത് കൊടുക്ക്, അവൻ എവിടെങ്കിലും പോയത് കഴിക്കട്ടെ. എന്റെ ഫ്രണ്ടിന് ഞാൻ ഇത് കൊടുക്കൂല, ഇതെന്റെ ശത്രുവിന് കൊടുക്കാൻ. ഞാൻ കുട്ടാ കലക്കേടാ, ഒരു പാട്ടിന് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്ത് പാടണമെന്ന് ഒരാവശ്യമില്ല. ഇവരൊക്കെ എങ്ങനെയാ ഒരു പാട്ട് ചുമ്മാ നിന്ന് ഡാൻസ് ചെയ്തിട്ടാണ് MG സാറൊക്കെ പ്രോഗ്രാമിൽ കിടന്ന ആൾക്കാർ കിടന്ന് ഇളകി മറിയുന്നത്. കാരണം അതുപോലത്തെ പാട്ടുകൾ ആ പവറില എനർജിയില് SPP സാറ്, ശങ്കർ സാറ് ഒക്കെ അവരുടെ ശബ്ദത്തിലൂടെ അവരെ ഡാൻസ് ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് പെർഫോം ചെയ്ത് ഡാൻസ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് ഇങ്ങനെ ഒരു ആവശ്യമില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ നിർബന്ധമില്ല നമുക്ക് കേട്ടോ. എന്നാലും നിന്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്തതിന് സൂപ്പർ ഗുഡ് എഫേർട്ട് കേട്ടോ. ഓക്കെ.